കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പാർക്കിൻസൺസ് രോഗത്തെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചല്ലോ. അതിൽ പ്രതിപാദിച്ച ഡോപാമൈനിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. എന്താണ് ഡോപാമൈൻ? തലച്ചോറിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ് ഡോപാമൈൻ. എന്നാൽ ഇത് വിവിധ ബാഹ്യ ഘടകങ്ങളാൽ സ്വാധീനിക്കപ്പെടുകയും ചില ഭക്ഷ്യസ്രോതസ്സുകളിൽ നിന്ന് നേടുകയും ചെയ്യുന്നു. ഡോപാമൈനിന്റെ ചില ഉറവിടങ്ങൾ ഞാനിവിടെ പറയാം. ഭക്ഷണ സ്രോതസ്സുകളെക്കുറിച്ചു ആദ്യം പറയാം. പ്രോട്ടീൻ കൂടുതലുള്ള ഭക്ഷണങ്ങളായ ലീൻ മീറ്റ്, മത്സ്യം, മുട്ട, പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവയിൽ ടൈറോസിൻ, ഫിനൈലാലനൈൻ തുടങ്ങിയ അമിനോ ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട്. അവ തലച്ചോറിലെ ഡോപാമൈനായി മാറുന്നു. പഴങ്ങളിൽ ടൈറോസിൻ കൂടുതലുള്ള വാഴപ്പഴം, ആന്റി ഓക്സിഡന്റ്സ് കൂടുതലുള്ള ബെറിസ്, ആരോഗ്യകരമായ കൊഴുപ്പുകൾ കൂടുതലുള്ള അവോക്കാഡോസ് എന്നിവ ഡോപാമൈൻ ഉൽപ്പാദനത്തെ സഹായിക്കുന്നു. പച്ചക്കറികളിൽ ചീര, ബ്രോക്കോളി, കോളിഫ്ലവർ, ടൈറോസിൻ സമ്പുഷ്ടമായ ബീറ്റ്റൂട്ട് എന്നിവ ഡോപാമൈൻ ഉത്പാദനത്തെ സഹായിക്കുന്നു. ബദാം, മത്തങ്ങ വിത്തുകൾ, ചിയ വിത്തുകൾ തുടങ്ങിയ പയർവർഗ്ഗങ്ങളും വിത്തുകളും ഡോപാമൈൻ ഉത്പാദനത്തെ സഹായിക്കുന്നു. ബ്രൗൺ റൈസ്, ക്വിനോവ, ഗോതമ്പ് ബ്രെഡ് ഇവയും ഡോപാമൈൻ ഉത്പാദനത്തെ സഹായിക്കുന്നതാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് സംഗീതം. ഈ മേഖലയിൽ കാര്യക്ഷമമായ റിസർച്ച് നടന്നിട്ടില്ല എങ്കിലും സംഗീതം ഡോപാമൈൻ ഉൽപ്പാദനത്തെ സഹായിക്കുന്നതായി ശ്രീ പ്രദീപ് അച്യുതൻ എന്ന സ്കോളർ നിരീക്ഷിച്ചിട്ടുണ്ട്. അതിന് ആധാരമാക്കിയിട്ടുള്ള രാഗങ്ങൾ ഹിന്ദുസ്ഥാനിയിൽ യമൻ എന്നറിയപ്പെടുന്ന കർണാടക സംഗീതത്തിലെ കല്യാണി രാഗവും ശങ്കരാഭരണവും തോടി രാഗവും മോഹനരാഗവും ഹംസധ്വനിയും നാട്ടഭൈരവിയുമാണ്. ഈ സൂചിപ്പിച്ച രാഗങ്ങളിൽ മോഹനരാഗത്തിന് കല്യാണി രാഗവുമായുള്ള സാമ്യവും മേച്ചകല്യാണി രാഗത്തിന് ശങ്കരാഭരണം, തോടി എന്നീ രാഗങ്ങളുമായുള്ള ചേർച്ചയും ഇവയെല്ലാം പോസിറ്റീവ് എനർജി പ്രദാനം ചെയ്യുന്ന രാഗങ്ങളാണെന്ന വസ്തുതയും പരിഗണിക്കുമ്പോൾ തീർച്ചയായും ഇത് ശ്രദ്ധിക്കാവുന്നതാണ്. ഈ നിരീക്ഷണത്തിന് അദ്ദേഹം അടിസ്ഥാനമാക്കിയിട്ടുള്ളത് ഇടമന വാസുദേവൻ നമ്പൂതിരിയുടെ നാരായണീയ ആലാപനങ്ങളാണെന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ഓർക്കുക, ഈ സ്രോതസ്സുകൾക്ക് ഡോപാമൈൻ അളവിന് സ്വാധീനിക്കാൻ കഴിയുമെങ്കിലും സന്തുലിതമായ ജീവിതശൈലി നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. കൂടാതെ വ്യക്തിഗത ഉപദേശത്തിനായി ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലുമായി കൂടിയാലോചിക്കുകയും വേണം. ഹോമിയോപ്പതിയിലും ആയുർവേദയിലും മറ്റ് ആൾട്ടർനേറ്റീവ് ചികിത്സാരീതികളിലും ചെറിയ രീതിയിലെങ്കിലും ഈ മേഖലയിൽ റിസർച്ച് നടന്നിട്ടുണ്ട്. ഇതിൽ പ്രധാനമാണ് 2018, 2020 വർഷങ്ങളിൽ ഹോമിയോപ്പതിയിൽ പബ്ലിഷ് ചെയ്യപ്പെട്ട പേപ്പറുകൾ. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. വിവിധ ആരോഗ്യ വിഷയങ്ങളെക്കുറിച്ചുള്ള അറിവുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. വീണ്ടും പുതിയൊരു വീഡിയോ ആയി നമ്മൾ കാണുന്നതുവരെ എല്ലാവർക്കും ശുഭാശംസകൾ. ഇനി നമ്മൾ അറിയേണ്ടത് ഡോപാമൈൻ ഉത്പാദനത്തെ സഹായിക്കുന്ന അനുബന്ധ കാര്യങ്ങളാണ്. വിറ്റാമിൻ ഡി ഡോപാമൈൻ നിയന്ത്രണത്തിന് അത്യാവശ്യമാണ്. ഒമേഗ-3 ഫാറ്റി ആസിഡുകൾ തലച്ചോറിന്റെ ആരോഗ്യത്തിനും ഡോപാമൈൻ ഉൽപ്പാദനത്തിനും സഹായിക്കുന്നു. മഗ്നീഷ്യം ഡോപാമൈൻ സിന്തസിസിൽ ഉൾപ്പെടുന്നു. ജിങ്കോ ബിലോബ ഡോപാമിൻ അളവ് മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. ആന്റിഓക്സിഡന്റ് ഗുണങ്ങളുള്ള കർക്കുമിൻ ഡോപാമൈൻ ഉത്പാദനത്തെ സഹായിക്കുന്നു. ഇനിയുള്ള കാര്യങ്ങൾ ജീവിതശൈലി ഘടകങ്ങളാണ്. സൂര്യനമസ്കാരം, വ്യായാമം പോലുള്ള പതിവ് ശാരീരിക പ്രവർത്തനങ്ങൾ ഡോപാമൈൻ പ്രകാശനം വർദ്ധിപ്പിക്കുന്നു. ഡോപാമൈൻ നിയന്ത്രണത്തിന് മതിയായ ഉറക്കം അത്യാവശ്യമാണ്. ധ്യാനവും മനസ്സമാധാനവും പ്രധാനമാണ്. യോഗ, തായച്ചി തുടങ്ങിയ പരിശീലനങ്ങൾ ഡോപാമൈൻ വർദ്ധിപ്പിക്കുന്നു. നല്ല സാമൂഹിക ബന്ധങ്ങളും ഇടയ്ക്കിടെയുള്ള യാത്രകളും പോസിറ്റീവ് ബന്ധങ്ങളും ഡോപാമൈൻ പ്രകാശനത്തെ ഉത്തേജിപ്പിക്കുന്നു. സ്വാഭാവിക വെളിച്ചം വിറ്റാമിൻ ഡിയും ഡോപാമിനും വർദ്ധിപ്പിക്കുന്നു. മരുന്നുകളിൽ ലെവോഡോപ്പ പോലുള്ള ചില മരുന്നുകൾ ഡോപാമൈൻ അളവ് നേരിട്ട് വർദ്ധിപ്പിക്കുന്നു. ടൈറോസിൻ,
ഫിനൈലാലനൈൻ സപ്ലിമെന്റുകൾ ഡോപാമൈൻ ഉൽപ്പാദനത്തെ ഉത്തേജിപ്പിക്കുന്നു.